നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ നിലപാട് കടുപ്പിച്ച് CPI. മന്ത്രി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രതിഷേധം ആവർത്തിച്ച് ബിനോയ് വിശ്വം. ധാരണാപത്രം റദ്ദാക്കണമെന്ന് MA ബേബിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം D രാജ. ഒപ്പുവെച്ചത് കച്ചവടവൽക്കരണം തടയുമെന്ന ഉറപ്പിലെന്ന് MA ബേബി. ഒപ്പിടാൻ അസ്വാഭാവിക ധൃതി കാണിച്ചുവെന്ന് VD സതീശൻ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് CPI യുവജന സംഘടനകളുടെയും KSUവിൻ്റെയും പ്രതിഷേധം. പദ്ധതി വൈകിയതിൽ മാപ്പ് പറയണമെന്ന് BJP. അമേരിക്കൻ ഉപരോധം നേരിടുന്ന റഷ്യൻ കമ്പനികളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തേടി. നയതന്ത്ര തലത്തിൽ നേരിടണമെന്ന് കമ്പനികൾ. തോക്കിൻ മുന്നിൽ വ്യാപാര കരാർ ഒപ്പുവയ്ക്കാനാകില്ലെന്ന് ഇന്ത്യ. സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് UAE. നടപടി തൊഴിൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൗദിയിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഇനി മുതൽ പാസ്പോർട്ടുകൾ. ഔദ്യോഗിക വിതരണോദ്ഘാടനം സംഘടിപ്പിച്ച റിയാദ് ഇന്ത്യൻ എംബസിയും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റും. കുവൈറ്റിൽ വ്യാപക സുരക്ഷാ പരിശോധന. ഗതാഗത നിയമ ലംഘനങ്ങളിൽ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിച്ചവരെയും താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെയും നടപടി. സൗദിയിൽ നിയമലംഘനം ആവർത്തിക്കുന്ന ടാക്സി വാഹനങ്ങൾക്ക് പിഴ 5 ഇരട്ടി. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി, വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. പരമ്പര 2-1 ഓസ്ട്രേലിയയ്ക്ക് സ്വന്തം. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലേക്കില്ല. ഫിഫയുടെ അനുമതിക്കുള്ള കാലതാമസം പരിഗണിച്ച് കളി മാറ്റിവെക്കാൻ ധാരണയെന്ന് സ്പോൺസർ. PM ശ്രീ പദ്ധതിയിൽ പിന്നോട്ടില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മന്ത്രി V ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും CPI ഉറച്ച നിലപാട് ആവർത്തിച്ചു. നിലപാടിൽ മാറ്റമില്ലെന്നും കൂടിക്കാഴ്ച കൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി GR അനിലും വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയുടെ കടുത്ത എതിർപ്പിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയിൽ മന്ത്രി GR അനിലും പങ്കെടുത്തു. 3 ദിവസത്തിനുള്ളിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സംബന്ധിച്ച കാര്യത്തിൽ CPM നിലപാട് അറിയിക്കണമെന്നാണ് CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം അറിയിച്ചത്. ഇതേ തുടർന്നാണ് ആദ്യ ദിനം തന്നെ മന്ത്രി V ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തിയത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഞാൻ ബിനോയ് വിശ്വ സഹാബിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മന്ത്രി GR അനിൽ പറഞ്ഞു. മുന്നണി മര്യാദ ലംഘിച്ചുള്ള CPMന്റെ നീക്കത്തെ CPIയുടെ മുഖപത്രമായ ജനയുഗവും മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഫാസിസ്റ്റ് അജണ്ടയാണെന്നും RSS പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ചർച്ചയുടെയും സമവായത്തിന്റെയും സാധ്യതകൾ ഇല്ലാതായതായും ജനയുഗം വിമർശിക്കുന്നു. അതേസമയം CPM നീക്കത്തിനെതിരെ AYFും AISFും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ധാരണാപത്രം റദ്ദാക്കണമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ ആവശ്യപ്പെട്ടു. CPM ഇക്കാര്യം പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. We have asked our party CPI in Kerala to discuss the issue with CPM in Kerala. I have been told by Kamal Devi, he has asked his own party CPM to talk to CPI and discuss the issues. And ഞങ്ങളുടെ 2 പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIഎമ്മിൻ്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ട നടപടിയെ ന്യായീകരിച്ച് CPM. അതേസമയം കരാറിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI.
ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകില്ല എന്നാണ് BJPയുടെ നിലപാട്. വിവിധ സ്ഥലങ്ങളിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാവൂ എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 27-ന് നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം CPI നിലപാട് അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചു. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ ഇനിയും സമയമുണ്ടെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. NEP യുമായി ഇതിന് ബന്ധമില്ല, PM ശ്രീയും NEPയും രണ്ടും രണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. പിന്മാറാൻ സാധിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം. എല്ലാ കക്ഷികളും മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ടെന്നും NCPയുടെ അഭിപ്രായം അത്തരം വേദികളിൽ അറിയിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാകില്ലെന്ന നിലപാടിലാണ് മന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തത് അംഗീകരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന പദ്ധതിയല്ല PM ശ്രീ എന്ന പ്രതികരണമാണ് TP രാമകൃഷ്ണന്റേത്. പല സ്കൂളുകളും തിളങ്ങുന്നുവെന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ടെന്നും അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഒറ്റ നിർദ്ദേശത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ തീരുമാനമെടുത്തതെന്ന് PV അൻവർ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSU കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കരാറിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ കാസർഗോഡ് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. PM ശ്രീ പദ്ധതിയുടെ പേരിൽ സിലബസ് അടിച്ചേൽപ്പിക്കാനാകില്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ കേരളം പഠിപ്പിക്കും. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. CPI യുവജന വിദ്യാർത്ഥി സംഘടനകളായ AIYF-ഉം AISF-ഉം ആണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധത്തിനിടയിൽ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം തടയുമെന്നും ഇരുളിൻ്റെ മറവിലാണ് PM ശ്രീ ഒപ്പിട്ടതെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുളിന്റെ മറവിനകത്ത് ഇങ്ങനെ ഒപ്പുവെക്കേണ്ട പദ്ധതിയാണോ PM ശ്രീ പദ്ധതി എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയായ സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് ABVP-യുടെ മാർച്ച്. പ്രതീകാത്മകമായി വിദ്യാഭ്യാസ മന്ത്രിയെ പൊന്നാട അണിയിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു ABVP-യുടെ ആഹ്ലാദ പ്രകടനം. തൃശൂർ നടുവിലാവിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അക്ഷയ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ സ്വർണ്ണക്കടയിൽ നിന്നും കണ്ടെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നഷ്ടപ്പെട്ട സ്വർണത്തിൽ 476 ഗ്രാമാണ് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നും കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP P ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിലാണ് സ്വർണം കണ്ടെത്തിയത്. ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ചും തെളിവെടുപ്പ് തുടരും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ച് സ്വർണം വേർതിരിച്ചതിന്റെ കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണവും അന്വേഷണ സംഘത്തിന് ഇനി വീണ്ടെടുക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബാംഗ്ലൂരുവിലെയും വസതിയിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും 2 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്.
അതേസമയം ദേവസ്വം ബോർഡിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റു ജീവനക്കാരുടെ വീടുകളിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ഇവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. അടുത്ത ദിവസം മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമാകും. തുടർ ദിവസങ്ങളിൽ ഇവരുടെ അറസ്റ്റും ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വ്യക്തിപരമായി ആഗ്രഹിച്ചാലും സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അയ്യപ്പന്റെ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വളരെ സന്തോഷകരമാണെന്ന് മന്ത്രി VN വാസവൻ. കൊള്ള ചെയ്തവരെ കണ്ടെത്തി കൽത്തുറുങ്കിൽ അടയ്ക്കുമെന്നും സ്വർണം ശബരിമലയിൽ തിരികെ എത്തിക്കുമെന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുരാരി ബാബുവിനെ ഈ മാസം 28-ന് ഹാജരാക്കണമെന്ന കോടതിയുടെ ഉത്തരവ് റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന തുടരുകയാണ്. ശബരിമലയിൽ കാലങ്ങളായ ഭക്തർ സമർപ്പിച്ച അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. ഇവയുടെ കണക്കെടുപ്പാണ് പ്രധാനമായും അമിക്കസ് ക്യൂറി നടത്തുന്നത്. തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് SP തുടങ്ങിയവർ അമിക്കസ് ക്യൂറിക്കൊപ്പമുണ്ട്. കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ 2 ദിവസം എടുക്കുമെന്നാണ് സൂചന. നേരത്തെ ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ റിലയൻസ് അടക്കമുള്ള കമ്പനികൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തേടി. റഷ്യൻ കമ്പനികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യൻ കമ്പനികൾക്കും ആശങ്കയാവുകയാണ്. റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ റഷ്യൻ എണ്ണ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് റിലയൻസ് ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ റിലയൻസ് ആണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നയപരമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കുകയാണ് റിലയൻസ്. നിലപാടെടുത്ത് എല്ലാ എണ്ണ കമ്പനികളെയും അറിയിക്കണമെന്നാണ് ആവശ്യം. എണ്ണ ഇറക്കുമതിയിൽ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. UK-യും ജർമ്മനിയും എണ്ണ ഇറക്കുമതി തീരുവയിൽ ഇളവ് ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരുന്നു. തോക്കിൻ മുനിയിൽ വ്യാപാര കരാർ ഒപ്പുവെക്കാനാവില്ലെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നാണ് ഇന്ത്യയുടെ നയം. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ റിലയൻസ് അടക്കം ഇന്ത്യൻ കമ്പനികൾക്കും അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട് ഇന്ത്യൻ കമ്പനികൾ തേടിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പാക് അതിർത്തിയിൽ 10 ദിവസം നീളുന്ന സൈനികാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ. സർക്രീക്ക് മുതൽ ധാർ മരുഭൂമി വരെയാണ് സൈനികാഭ്യാസം. വ്യോമപാത ഒഴിവാക്കാൻ വൈമാനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങളും പങ്കെടുക്കും. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് സൈനികാഭ്യാസം. സമീപ വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത അഭ്യാസങ്ങളിലൊന്നാണിത്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഈ അഭ്യാസം സേനകളുടെ സംയുക്ത പ്രവർത്തനശേഷി, സ്വാശ്രയത്വം, നവീകരണം എന്നിവ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഇനി മുതൽ പാസ്പോർട്ടുകൾ. പാസ്പോർട്ടുകളുടെ ഔദ്യോഗിക വിതരണ ഉദ്ഘാടനം റിയാദ് ഇന്ത്യൻ എംബസിയിലും ജിദ്ദയിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലും സംഘടിപ്പിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മീറ്റിംഗ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അപേക്ഷകരായി 8 പേർക്കുള്ള ചിപ്പ് ഘടിപ്പിച്ച 36 പേജുള്ള ഡിജിറ്റൽ പാസ്പോർട്ടുകൾ നൽകിക്കൊണ്ട് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോൺസുൽ മുഹമ്മദ് ആഷിം, വൈസ് കോൺസുൽ സുനിൽ ചൗഹാൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാണ്. ഫീസിൽ മാറ്റമില്ല. 150-ലധികം രാജ്യങ്ങളിൽ ഈ പാസ്പോർട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഔദ്യോഗിക പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിൽ ഡിജിറ്റൽ പാസ്പോർട്ടുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിച്ച് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജോബ് ഓഫറുകൾ മന്ത്രാലയം അംഗീകരിച്ചതാണെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും തൊഴിൽ തട്ടിപ്പുകളും ഏറിവരുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറപ്പെടുവിച്ചതാണ്. മന്ത്രാലയം വഴി ലഭിക്കുന്ന ജോബ് ഓഫറുകളിൽ ചുമതലപ്പെട്ട മാനേജറുടെ ഒപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് വഴി ജോബ് ഓഫർ നമ്പറിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച് എല്ലാ ചിലവുകളും വഹിക്കേണ്ടത് തൊഴിൽദാതാവാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. വിസിറ്റ് ടൂറിസ്റ്റ് വിസകളിൽ
ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധവും പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നവയാണെന്നും UAE അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ വ്യാപക സുരക്ഷാ പരിശോധന. ആഭ്യന്തരമന്ത്രി ഫഹദ് അൽ യൂസഫിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. മഖ്ബൂലയിൽ മാത്രം 263 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് 524 ട്രാഫിക് നോട്ടീസുകൾ നൽകി. ഒപ്പം നിയമലംഘനങ്ങൾക്ക് 9 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കൂടാതെ പിടികിട്ടാപ്പുള്ളികളായ 2 വ്യക്തികളെ പിടികൂടി. മദ്യവും മയക്കുമരുന്നുകളും കൈവശം വച്ചതിന് 7 പേരെ തടവിലാക്കി. ലഹരി ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തിയ 5 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 7 പേരെയും ജോലിസ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്ത 5 പേരെയും അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെയും പിടികൂടി. ഒരാളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുകയും മറ്റൊരാളെ ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. സൗദി അറേബ്യ എണ്ണയെ ആശ്രയിക്കുന്നത് 68% കുറഞ്ഞതായി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം വ്യക്തമാക്കി. നേരത്തെ ഇത് 90% കൂടുതലായിരുന്നു. എണ്ണ ഇതര പ്രവർത്തനങ്ങൾ ഇപ്പോൾ യഥാർത്ഥ GDPയുടെ 56% ഉയർന്നിട്ടുണ്ട്. ബെർലിൻ ഗ്ലോബൽ ഡയലോഗ് ഫോറത്തിൽ പങ്കെടുത്ത് സാമ്പത്തിക ആസൂത്രണ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി അറേബ്യ ഇപ്പോഴും സാമ്പത്തിക പരിവർത്തനത്തിൻ്റെ തുടക്കത്തിലാണ്. പക്ഷേ ധനവിനിയോഗത്തേക്കാൾ ഉൽപ്പാദനക്ഷമതയാണ് സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ കൂടുതൽ വഴക്കമുള്ളതും സുസ്ഥിരവുമായി കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. UAEയുടെ സ്വന്തം ജൈവൻ ഡെബിറ്റ് കാർഡുകൾ അടുത്ത മാസം മുതൽ നിലവിൽ വരും. നിലവിലുള്ള വിസ മാസ്റ്റർ കാർഡുകൾക്ക് പകരം ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ജൈവൻ കാർഡുകളും ലഭിക്കും. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണം. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് UAE ജൈവൻ കാർഡുകൾ പുറത്തിറക്കുന്നത്. പ്രതിദിനം 25,000 ദിർഹം വരെ പിൻവലിക്കാനും POS മെഷീനുകൾ വഴി 30,000 ദിർഹം വരെയുള്ള പർച്ചേസ് നടത്താനും ജൈവൻ കാർഡുകൾ കൊണ്ട് സാധിക്കും. UAE സെൻട്രൽ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഇത്തിഹാദ് പേയ്മെൻറ്റുമായും പ്രാദേശിക ബാങ്കുകളുമായും സഹകരിച്ചാണ് ജൈവൻ സംവിധാനം പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് 40 വർഷങ്ങൾ പൂർത്തിയാക്കി. 1985 ഒക്ടോബർ 25-നായിരുന്നു എമിറേറ്റ്സിൻ്റെ ആദ്യ യാത്ര. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എമിറേറ്റ്സ് എയർലൈൻസിനെ അഭിനന്ദിച്ചു. ആഗോളതലത്തിൽ തന്നെ വിമാന സർവീസ് മേഖലയിൽ മികവോടെ ഉയരത്തിൽ പറക്കുകയാണ് UAEയുടെ അഭിമാനം, ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസ്. 1985 ഒക്ടോബർ 25-ന് സർവീസ് ആരംഭിച്ച എമിറേറ്റ്സ് 40ാം പിറന്നാൾ ആഘോഷിക്കുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദേശീയ അഭിമാനമെന്നാണ് എമിറേറ്റ്സിനുള്ള ആശംസാ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചത്. 40 വർഷം മുൻപ് മഹത്തായ നമ്മുടെ സ്വപ്നങ്ങളുമായി എമിറേറ്റ്സിന്റെ ആദ്യ വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകമെമ്പാടുമുള്ള 152 രാജ്യങ്ങളെ ദുബായുമായി ബന്ധിപ്പിക്കുന്ന എമിറേറ്റ്സ് നമ്മുടെ വികസന യാത്രയിലെ പ്രധാന ചാലകശക്തിയും രാജ്യത്തിന്റെ അഭിമാനവുമാണ്. ആശംസാ സന്ദേശത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കുറിച്ചു. എമിറേറ്റ്സിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ചെയർമാനും CEOയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂമിനും 1 ലക്ഷത്തിലേറെ വരുന്ന ജീവനക്കാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. $10 ദശലക്ഷം പ്രാരംഭ മുതൽ മുടക്കോടെയാണ് എമിറേറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. 1985 ഒക്ടോബർ 25-ന് മുംബൈയിലേക്കും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കുമായിരുന്നു ആദ്യ യാത്രകൾ. നിലവിൽ 85 രാജ്യങ്ങളിലെ വിവിധ നഗരങ്ങളിലേക്ക് എമിറേറ്റ്സ് സർവീസ് നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ സൗത്ത് സബാഹയിലെ ലൂണ പാർക്കിൽ ടൂറിസം എന്റർപ്രൈസസ് കമ്പനി പുതിയ ശൈത്യകാല സീസൺ ആരംഭിച്ചു. 1,07,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കിൽ പ്രതിദിനം 10,000 സന്ദർശകരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി 50ഓളം വിവിധയിനം റൈഡുകൾ പാർക്കിൽ ലഭ്യമാണ്. സൗദിയിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തുള്ള നിയമലംഘനങ്ങൾക്ക് കൂടുതൽ കടുത്ത ശിക്ഷകൾ ലഭിക്കുമെന്ന് റിപ്പോർട്ട്. പബ്ലിക് ടാക്സി, എയർപോർട്ട് ടാക്സി മേഖലകളിൽ പ്രവർത്തിക്കാൻ നേരത്തെ ലൈസൻസ് നൽകിയ വ്യക്തിഗത സേവനദാതാക്കൾക്ക് ഈ മേഖലയിൽ പ്രവർത്തനം തുടരാനുള്ള പുതിയ വ്യവസ്ഥകൾ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ചെയർമാൻ റുമൈഹ് അൽ റുമൈഹ് അംഗീകാരം നൽകി. ഇതിൻ്റെ ഭാഗമായാണ് നിയമലംഘകർക്ക് കൂടുതൽ കടുത്ത ശിക്ഷകൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നിയമലംഘനങ്ങൾക്ക് 1,600 റിയാൽ വരെ പിഴ ചുമത്തും. നിയമലംഘനം ആവർത്തിക്കുന്നവർക്കുള്ള പിഴ 5 ഇരട്ടി വരെ വർദ്ധിപ്പിക്കും. വാഹനം കണ്ടുകെട്ടൽ, 5 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യൽ, സൗദികളല്ലാത്തവരെ നാടുകടത്തൽ എന്നീ ശിക്ഷാ നടപടികളും സ്വീകരിക്കും. സാംസ്കാരിക സംഘടനയായ അദ്വൈതം കുവൈറ്റ് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അബ്ബാസിയിൽ നടന്ന സെമിനാറിൽ കുവൈറ്റ് ക്യാൻസർ സെൻ്ററിലെ സീനിയർ ഓങ്കോളജിസ്റ്റും ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സുസോവന സുജിത് പങ്കെടുത്തു.
ക്യാൻസറിൻ്റെ ഉത്ഭവം മുതൽ ഓരോ തലങ്ങളിലെയും ചികിത്സയിൽ ക്ലാസുകൾ എടുത്തു. ചടങ്ങിൽ വനിതാവേദി കൺവീനർ പ്രിയ സൂരജ്, ട്രഷറർ കുമാരി, കൃഷ്ണൻകുട്ടി, ജമീന രാജു എന്നിവർ സംസാരിച്ചു. നവയുഗം ദമാം സാംസ്കാരിക വേദി ER ഇവൻറ്റുമായി കൈകോർത്ത് നവംബർ 21 ദമാമിൽ നടത്തുന്ന ഗായിക KS ചിത്ര നയിക്കുന്ന റിതം 2025 ട്യൂൺ ഓഫ് ഇന്ത്യ എന്ന മെഗാ ഷോയുടെ ലോഞ്ചിങ് പ്രോഗ്രാം ദമാമിൽ നടന്നു. ദമാം അൽ വഫ മാളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് നവയുഗം നേതാക്കളായ MA വാഹിദ്, ഷാജി മതിലകം, സാജൻ കണിയാപുരം, ശരണ്യ ശിവകുമാർ തുടങ്ങിയവർ ചേർന്ന് പ്രോഗ്രാമിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെ ആരംഭിച്ച ലോഞ്ചിങ് പരിപാടിക്ക് പ്രിജി കൊല്ലം സ്വാഗതവും ബിജു വർക്കി പ്രോഗ്രാം ആമുഖവും മുഹമ്മദ് ഷിജു നന്ദിയും പറഞ്ഞു. ദുബായിലെ ഇമ്മടെ തൃശ്ശൂർ കൂട്ടായ്മ ഒരുക്കുന്ന ഇമ്മടെ തൃശ്ശൂർ പൂരം ദുബായ് സബീൽ പാർക്കിൽ നവംബർ 15-16 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത് 6ാം തവണയാണ് ഇമ്മടെ തൃശ്ശൂർ കൂട്ടായ്മ ദുബായിൽ പൂരം സംഘടിപ്പിക്കുന്നത്. ചമയ പ്രദർശനം ഉൾപ്പെടെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം ദുബായ് പൂരത്തിൽ ഉണ്ടാകും. പേരുഴി രാമക്കുറുപ്പ്, കുനിശ്ശേരി അനിയന്മാരാർ, പെരുവനം കുട്ടന്മാരാർ തുടങ്ങിയ വാദ്യമേള കലാകാരന്മാർ ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തും. രമേശ് പിഷാരടി, ഗായകൻ യോഗി ശേഖർ, ജയരാജ് വാര്യർ എന്നിവരും ദുബായ് പൂരത്തിൽ പങ്കെടുക്കും. സ്ത്രീകൾക്കുള്ള പ്രവേശന ടിക്കറ്റ് 50% കിഴിവോടെ ലഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ദിനേശ് ബാബു, നിസാം അബ്ദു, ബാലുതറയിൽ, ബിന്ദു നായർ, അജിത് തോപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അമൃത വിശ്വവിദ്യാപീഠവും ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസും സംയുക്തമായി ട്രൈബൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ U കൃഷ്ണകുമാർ നിർവഹിച്ചു. അമൃത പ്രബോധിനി എന്ന പേരിലാണ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 10+1+2 ക്ലാസുകളിലെ ട്രൈബൽ വിദ്യാർത്ഥികൾക്കായാണ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെയും ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ആദ്യ ദിനോദ്ഘാടനം അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ U കൃഷ്ണകുമാർ നിർവഹിച്ചു. പ്രത്യേകിച്ചും ഈ ട്രൈബൽ സ്റ്റുഡൻസിന് ഇങ്ങനെയൊരു ബോധവൽക്കരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ജീവിതത്തിൽ പിന്നീട് വളരെയധികം ഭാരപ്രദമാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് നമ്മളത് തുടങ്ങി വെച്ച് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, AI തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് അറിവും ബോധവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സീനിയർ സൂപ്രണ്ട് മൃദുല KN പറഞ്ഞു. കുട്ടികൾക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതുപോലെ തന്നെ AI, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പാണിത്. നമ്മുടെ കുട്ടികൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും പോഷക സമൃദ്ധമായ ആഹാര രീതികളെക്കുറിച്ചും കുട്ടികൾക്കായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ നിവേദിത പവിത്രന്റെ നേതൃത്വത്തിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ എക്സ്റ്റൻഷൻ ഓഫീസർ അനൂപാർ സ്വാഗതം പറഞ്ഞു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ രാഗിനി ആർ, ഹെഡ്മാസ്റ്റർ ബെന്നി KB, ബ്രഹ്മചാരി കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ ക്യാമ്പിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 4ാം ദിനത്തിൽ അത്ലറ്റിക്സിൽ റെക്കോർഡ് പെരുമഴ. 200 മീറ്ററിൽ മാത്രം പിറന്നത് 4 റെക്കോർഡുകളാണ്. മഴ മാറി നിന്ന 4ാം ദിനത്തിലും കുതിപ്പ് തുടർന്ന് ആതിഥേയരായ തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ 134 പോയിന്റുമായി പാലക്കാടാണ് മുന്നിൽ. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് വമ്പൻ വിജയം. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യ 9 വിക്കറ്റിന് ഓസീസിനെ പരാജയപ്പെടുത്തി. രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. സൂപ്പർ താരം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും അടുത്ത മാസം കേരളത്തിലേക്ക് എത്തില്ല. മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ല എന്ന് സ്പോൺസർമാരിൽ ഒരാളായ ആൻഡ്രൂ അഗസ്റ്റിൻ അറിയിച്ചു. മെസ്സി വരാത്തതിന് കാരണം ഫിഫ റൂൾസ് മൂലമാണെന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ പറയുന്നത്. മാർച്ച് വിൻഡോയിൽ കളി നടത്തണമോ എന്നത് തൻ്റെ തീരുമാനമാണെന്നും ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞു.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.